അസ്സലാമു അലൈക്കും. അങ്ങനെ അവർ ആ സ്ഥലത്തെത്തി. എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ ഇരിക്കുന്നു. ഇക്ക എൻ്റെ അടുത്തേക്കൊന്ന് വരുന്നു പോലുമില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് ഒന്നോ രണ്ടോ വർത്താനം പറഞ്ഞ് എണീറ്റ് പോകും. മൂസിന: അല്ലാ, എന്നാലും ഇക്ക എന്നോട് ഈ ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ആരെയോ പേടിച്ച് എൻ്റെ അടുത്തേക്ക് വരാതിരിക്കുന്നത് പോലെ. ഇനി അഥവാ എൻ്റെ അടുത്ത് വന്നാൽ പോലും അവർ കാണുമോ ഞാൻ സംസാരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ഭാവത്തോടു കൂടിയാണ് എൻ്റെ അടുത്തേക്ക് പെരുമാറുന്നത്. കൂടെ വന്ന എല്ലാവരും നല്ല രീതിയിൽ എൻജോയ്മെൻറ്റ് ചെയ്യുന്നു. എനിക്കതിനും പറ്റുന്നില്ല. മനസ്സിന് സമാധാനമുണ്ടായാലല്ലേ അതിനൊക്കെ പറ്റുള്ളൂ. ഒരു പെണ്ണിൻ്റെ സമാധാനം, സന്തോഷം എന്നൊക്കെ പറയുന്നത് അവളുടെ ഭർത്താവാണ്. അവളെ നല്ല രീതിയിൽ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴല്ലേ ആ പെണ്ണിൻ്റെ ജീവിതം സന്തോഷകരമായിരിക്കുന്നത്. മറ്റൊരു പെണ്ണിൻ്റെ കൂടെ തൻ്റെ ഭർത്താവ് സംസാരിക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഏതൊരു പെണ്ണിൻ്റെ ഹൃദയവും തകർന്നു പോകും. ഒരു പെണ്ണിൻ്റെ ഈ ഒരു ജീവിതത്തിൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ അവളെ മാത്രം സ്നേഹിക്കുകയും അവളെ മാത്രം ഇഷ്ടപ്പെടുന്നൊരു ഭർത്താവാണ് അവളുടെ സമാധാനം. മൂസിനയ്ക്ക് സമാധാനമില്ലാതെ പോകുന്നതിൻ്റെ കാരണവും അതുകൊണ്ട് തന്നെ. തൻ്റെ ഭർത്താവിൻ്റെ പരസ്ത്രീ ബന്ധം അത് കാണുമ്പോൾ മനസ്സിന് മടുപ്പ് തോന്നിപ്പോകും. തൻ്റെ ഭർത്താവിന് അന്യ സ്ത്രീകളോടുള്ള ഇടപെടലുകൾ ഒക്കെ കാണുന്ന മൂസിന ഈ ദുനിയാവിൽ സഹിക്കാവുന്നതിലും അപ്പുറമാണ് റബ്ബേ ഞാൻ ഈ സഹിക്കുന്നത് എന്ന് മൂസിന മനസ്സിൽ പലവട്ടം കരുതി. അങ്ങനെ ഇരിക്കെ ഓരോ കാഴ്ചകൾ കാണാൻ വേണ്ടി എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കുന്നു. തൻ്റെ കൂടെ തൻ്റെ ഭർത്താവ് തൻ്റെ കൈയും പിടിച്ച് കുറച്ച് ദൂരം നടന്നു. അപ്പോഴതാ ഷാനിബ ഓടി വന്നു. അനസേ, ഞാനുമുണ്ട്, അവിടെ നിൽക്കി എന്ന് പറഞ്ഞ് അനസിൻ്റെ കൈ മുറുകെ പിടിച്ച് അവൾ നടക്കുന്നു. പടച്ചോനെ, എൻ്റെ ഇക്കയുടെ കൂടെ മാത്രം എന്താ ഇങ്ങനെ? രണ്ട് സ്ത്രീകൾ അപ്പുറവും ഇപ്പുറവും കൈകൾ പിടിച്ച് നടക്കുന്നു. എൻ്റെ കൈകൾ ഞാൻ വിട്ടുകെടുത്താലോ എന്ന് വിചാരിച്ചു മൂസിന. നീ എടുത്തോ ഷാനിബ, എനിക്ക് വേണ്ട അനസ്കേ. ഇങ്ങനെയുള്ള ഒരാൾ എൻ്റെ ജീവിതത്തിൽ വന്നാൽ ശരിയാവില്ല. അല്ലെങ്കിലും ഒരു പെണ്ണും ആഗ്രഹിക്കാത്ത രീതിയിൽ തൻ്റെ ഭർത്താവിൻ്റെ അവകാശം പറഞ്ഞ് വേറെ ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു കൊടുത്തോളാം ഞാൻ. എനിക്ക് അല്ലെങ്കിലും ഒന്നും തന്നെ ഇക്കയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല. എൻ്റെ കൂടെ കഴിയുന്നതോ എൻ്റെ കൂടെ നടക്കുന്നതോ ഒന്നും ഇക്കക്ക് ഇഷ്ടമല്ലല്ലോ. കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും ഒരു സ്നേഹത്തോടെ ഒരു തലോടൽ പോലും എനിക്ക് ഇക്കയിൽ നിന്നും ലഭിച്ചിട്ടില്ല. അവൾ എടുത്തോട്ടെ എല്ലാം, ഞാൻ ഒറ്റയ്ക്ക് മതി. അള്ളാഹുവിൻ്റെ കാവൽ അത് മാത്രം മതി എനിക്ക്. ഇങ്ങനെ സമാധാനമില്ലാതെ ഓരോന്നോരോന്ന് കാണുന്നതിലും നല്ലത് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ്. അല്ലെങ്കിലും ഇങ്ങനെയുള്ള ആളുകളൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വരാത്തതാണ് ഏറ്റവും നല്ലത് എന്ന് മൂസിന മനസ്സിൽ വിചാരിച്ചു. അവിടെ വെച്ച് അവൾ ആ തീരുമാനമെടുത്തു. ഇക്കയെ ഇനി എനിക്ക് വേണ്ട. അത് ഇക്കയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. അദ്ദേഹത്തിന് ഒരാവശ്യം വന്നാൽ ഞാൻ അവിടെ എപ്പോഴായാലും ഉണ്ടാകും. പിന്നെ എനിക്ക് ഇക്കയുടെ ഈ സ്വഭാവം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇക്കയുടെ ഈ പരസ്ത്രീ ബന്ധം അത് കൂടി വരികയാണ്. കുറയുന്നതൊന്നും കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഞാനൊന്നും പറയാനുമില്ല, ചോദിക്കാനുമില്ല. എന്തൊക്കെയോ ഓർത്ത് മൂസിന ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നു. അപ്പോഴതാ ഷാനിബയും അനസും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഫോണിൽ ഫോട്ടോസ് എടുക്കുന്നത് കണ്ട മൂസിന: അല്ലാ, ഇതുപോലുള്ള കാഴ്ചകൾ നീ എന്നെ ഇനി കാണിപ്പിക്കല്ലേ റബ്ബേ എൻ്റെ കണ്ണിൽ. അങ്ങനെ ടൂറെല്ലാം കഴിഞ്ഞ് അവർ രണ്ടുപേരും വീട്ടിലെത്തി. അവൾക്ക് ഏകദേശം എല്ലാം മനസ്സിലായി തുടങ്ങിയിരുന്നു. ഞാൻ ഇനി എങ്ങനെയൊക്കെ ഇക്കയെ സ്നേഹിച്ചാലും കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തരി സ്നേഹം തിരിച്ചു കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട എന്ന യാഥാർത്ഥ്യം മൂസിനയ്ക്ക് മനസ്സിലായി. ഞാൻ ഇനി ഈ വീട്ടിൽ എന്തിനാണ് നിൽക്കുന്നത്? സ്വന്തം വീട്ടിൽ പോകാം എന്ന് വിചാരിച്ചാൽ എൻ്റെ ഉപ്പയുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ആലോചിച്ചാൽ അതും പറ്റുന്നില്ല റബ്ബേ. ഞാൻ എന്താണ് ഇനി ചെയ്യുക? എന്ത് പറ്റി മോളെ നിനക്ക്? ഒരു ഉഷാറുമില്ലല്ലോ. ഞാൻ കുറേ നേരമായി നിന്നെ ശ്രദ്ധിക്കുന്നു. ടൂറൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം പഴയ ആ ഉഷാറും ഒന്നും നിനക്കില്ലല്ലോ. പോകുമ്പോൾ ഉണ്ടായിരുന്ന ആ സന്തോഷം, ഉഷാറ് കുറവ് ഒക്കെ ഞാനിപ്പം മനസ്സിലാക്കുന്നു. എന്ത് പറ്റി നിനക്ക്? നിൻ്റെ മനസ്സിന് എന്തോ ഒരു വലിയ മുറിവേറ്റിട്ടുണ്ട്. എന്നോട് പറയും മോളെ. നിൻ്റെ ഉമ്മയെ പോലെയല്ലേ ഞാനും.
നിന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റും എനിക്ക് ആ വിഷമം. എന്നോട് പറ. ഏയ് അങ്ങനെ ഒന്നുമില്ല ഉമ്മ, ഉമ്മക്ക് തോന്നുന്നതാണ്. എന്താ അനസ് നിന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് നല്ലതുപോലെ ബുദ്ധിമുട്ടിച്ചോ അവൻ? സത്യം പറ. ഏയ് അതൊന്നും ഇല്ലമ്മ, ഇക്ക എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് നല്ല രീതിയിൽ തന്നെ എന്നെ നോക്കി. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കറിയാം നീ അവനെ ഒരു കുറ്റവും പറയില്ലല്ലോ. സത്യം പറ, അവൻ്റെ ഗേൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നോ അവൻ്റെ കൂടെ? അത് കേട്ടപ്പോൾ മൂസിന പതുക്കെ തലയാട്ടി. എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു അവൻ്റെ ഗേൾ ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ടാവുമെന്ന്. ഈ പോകുന്നത് നല്ലതിനാവില്ല എന്നും എനിക്ക് ആ സമയത്ത് തോന്നിയിരുന്നു. എന്നും അവൻ്റെ സ്വഭാവം ഇതാണ്. ഞാൻ എന്താണ് റബ്ബേ, എന്നും ഞാൻ ഈ സ്വഭാവം മാറിക്കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. വന്നു കയറിയ നിന്നോടെങ്കിലും സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കാനോ പെരുമാറാനോ അവന് കഴിയണേ എന്ന് എന്നും എൻ്റെ പ്രാർത്ഥന അതാണ്. എന്നെ നല്ല രീതിയിലൊക്കെ നോക്കീണുമ്മ. പക്ഷേ ഇടയ്ക്കൊക്കെ വേറെ പെണ്ണുങ്ങളൊക്കെ വന്ന് ഇക്കയെ പിടിച്ചു കൊണ്ട് പോകും. അതൊന്നും എനിക്ക് തീരെ കാണാൻ പറ്റുന്നില്ല ഉമ്മ. എനിക്ക് മനസ്സിലാവും മോളെ നീ പറയുന്നതിന് കാരണം. ഞാനും നിന്നെപ്പോലെ ഒരു സ്ത്രീയല്ലേ. അവൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ തുടങ്ങിയതാണ് ഈ സ്വഭാവങ്ങളൊക്കെ. അവന് ഒരുപാട് ലേഡീസ് ഫ്രണ്ട്സുകളുണ്ടായിരുന്നു. ആണോ പെണ്ണോ എന്ന വ്യത്യാസമില്ലാതെ അവർ അങ്ങനെ ആയിപ്പോയി. പിന്നീട് അവൻ്റെ ജീവിതത്തിൽ അവൻ ഉടനീളം ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഞാൻ ഇനിയും ഇവിടെ നിൽക്കുന്നതിൽ എന്താണ് ഉമ്മ ഒരു അർത്ഥമുള്ളത്? അങ്ങനെയൊന്നും പറയല്ലേ മോളെ. ഉമ്മാൻ്റെ കുട്ടി, കുറച്ചുകൂടി ക്ഷമിച്ച് നിൽക്ക് ഉമ്മാക്ക് വേണ്ടി. ഇല്ല, ഞാൻ പോകുന്നില്ലമ്മ. എൻ്റെ കൺമുന്നിൽ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ. ഇനി നീ ഇവിടുന്ന് പോയാലും വേറെ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വരും. അവളെയും ഞാൻ ഇവിടെ നോക്കേണ്ടി വരും. അങ്ങനെയേ സംഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മൂസിന ഉമ്മയെ സങ്കടത്തോടെ നോക്കി. ഇല്ല ഉമ്മ, ഉമ്മയെ വിട്ട് ഞാൻ പോകുന്നില്ല. ഉമ്മയെ നോക്കി ഞാൻ ഇവിടെ നിന്നോളാം. ഒരു വേലക്കാരിയെ പോലെ ജീവിക്കേണ്ടി വന്നാലും ഞാൻ എൻ്റെ ഉമ്മയെ വിട്ട് പോകില്ല. സത്യം പറഞ്ഞാൽ മോളെ, നമ്മൾക്ക് ആവശ്യത്തിന് സ്വത്തും പണവുമായിട്ട് ഒരുപാടുണ്ട്. പക്ഷേ സമാധാനം എന്ന് പറയുന്നത് ഈ വീടിനകത്തില്ല. എൻ്റെ മൂത്ത മകനും മരുമോളുമാണെങ്കിൽ ഈ വീട്ടിലേക്കൊന്ന് വന്ന് നോക്കുന്നു പോലുമില്ല. ചെറിയ മോനാണെങ്കിൽ പഠിക്കാൻ പോയി. മോളാണെങ്കിൽ എപ്പോഴെങ്കിലും. ഒരു സമാധാനത്തിന് വേണ്ടി എനിക്കാരും തന്നെ ഇവിടെയില്ല. നീയും കൂടി പോയി കഴിഞ്ഞാൽ ഉമ്മ ഒറ്റയ്ക്കായി പോവും മോളെ. അങ്ങനെ ഇരിക്കെ അതാ മൂസിനയുടെ ഉമ്മയും ഉപ്പയും അവളെ കാണാൻ വന്നു. മോളെ മൂസി, സുഖമല്ലേ മോളെ? ആ ഉപ്പ, സുഖം തന്നെ. വാ ഇരിക്ക്. മൂസി, നിങ്ങൾക്കൊരു ദിവസം നിൽക്കാൻ വന്നൂടെ അവിടേക്ക്? ഉമ്മ മൂസിനോട് പറഞ്ഞു. അതിന് ഉമ്മ ഇക്കാക്കയ്ക്ക് ഒരു ഒഴിവുമില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി. ഒഴിവൊന്നുമില്ലാഞ്ഞിട്ടല്ല, ഇക്കാക്കയ്ക്ക് എൻ്റെ കൂടെ വരാനോ വന്ന് നിൽക്കാനോ ഒന്നും ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം. ഉമ്മ, ഒരുപക്ഷെ ഇക്ക എന്നോട് ഇവിടുന്ന് പോവാൻ പറഞ്ഞാൽ ഉമ്മ വിഷമിക്കരുത് ട്ടോ. അങ്ങനെയൊന്നും പറയല്ലേ മോളെ. ഇനി ഇതെങ്ങാനും മോൻ കേട്ടാൽ ഇനി ഏതെങ്കിലും പെണ്ണിനെ വിളിച്ചോണ്ട് വരും. ഈ പോവാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ ആ പെണ്ണിനെയും ഞാനിവിടെ നോക്കേണ്ടി വരും. പക്ഷേ ഈ പ്രാവശ്യം ടൂറൊക്കെ പോയപ്പോൾ നല്ലതുപോലെ എന്നെ നോക്കിയിരുന്നു ഉമ്മ. അതൊക്കെ ശരിയാണ്. പക്ഷേ ചില സമയത്തെ ആ കാട്ടിക്കൂട്ടലുകൾ ഒക്കെ കാണുമ്പോൾ, ആ പെണ്ണുങ്ങളുടെയൊക്കെ ഇടയിൽ പോയിരുന്ന് കാട്ടിക്കൂട്ടുന്നതൊക്കെ കാണുമ്പോൾ ഹൃദയം പൊട്ടാണ്. അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത്. അവർ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് അവരുടെ പെരുമാറ്റം ഉമ്മ. പിന്നെ ഉമ്മ, കുറേ ആയില്ല ഞാനിവിടെ വന്നിട്ട്. എൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ വിളിക്കുന്നുണ്ട് 2 ദിവസം അവിടെ വന്ന് നിൽക്കാൻ. ഞാൻ പോട്ടെ ഉമ്മ. ഉമ്മ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. ഉമ്മക്ക് സമ്മതമാണോ? നീ പോയി കഴിഞ്ഞാൽ വല്ലാത്ത കഷ്ടം തന്നെയാണ് മോളെ. പക്ഷേ പെറ്റ ഉമ്മയും ഉപ്പയും വിളിക്കുമ്പം പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു ദിവസമൊക്കെ പോയി നിന്ന് പോന്നാൽ പോരെ മോളെ? ശരിയാണുമ്മ. പക്ഷേ ഉമ്മനെയും ഉപ്പനെയും കണ്ടു പോരുമ്പോൾ അതിലേറെ വിഷമമാണ്. ഇവിടെ ഉമ്മനെ ഒറ്റയ്ക്കാക്കി പോകുന്നത് ആലോചിക്കുമ്പം അതും വിഷമം തന്നെ.
സാരില്ല മോളെ, നീ പോയി എന്തായാലും 2 ദിവസം നിന്നിട്ട് വാ. ഞാനിവിടെ അസ്നേനായിട്ട് വിളിച്ചോളാം. ഓക്ക് ലീവാണല്ലോ 2 ദിവസം, മക്കൾക്കെല്ലാം ലീവല്ലേ. ഞാൻ ഓളെ വിളിച്ച് ഇവിടെ നിന്നോളാം. ബാക്കി നമുക്ക് നാളെ പറയാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അസ്സലാമു അലൈക്കും.